absolute cinema in the sky of Kochi. So Kochi, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഒരു നല്ല കൈയടി കൊടുക്കണ്ടേ for this initiative. And ലാലേട്ട എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലാലേട്ട ഞാൻ ഇവിടെയാണ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ ഡ്രോൺ ഷോ and how did you enjoy it? Good evening to all. Good evening. Sorry, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് കൊച്ചിയിലെത്തിയുള്ളൂ. സോ സോറി ഫോർ മേക്കിംഗ് യു വെയിറ്റ്. ബട്ട് എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നു. ആൻഡ് താങ്ക്സ് ടു ദ നേച്ചർ. അവിടെ നല്ല മഴ പെയ്യുകയാണ്, ഇവിടെ അതൊന്നുമില്ല. എന്തായാലും എപ്പോഴും always with Manorama Online, Jain University and with Joey Alucas, എപ്പോഴും നമുക്കൊരു സർപ്രൈസ് നിങ്ങൾ തരാറുണ്ട്. അത് ഇതൊരു വലിയ സർപ്രൈസ് ആണ്. മോർ ദാൻ ദ സർപ്രൈസ്, ഇറ്റ്സ് എ വെരി ജെന്യുവിൻ അപ്രോച്ച് അല്ലേ. സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്ദേശമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആ സിനിമയിൽ ചെയ്തതും അത് തന്നെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് സീസൺ ആണ്, പത്മരാജൻ. ആ സിനിമയിൽ അന്ന് ആ സിനിമയിലെ കഥാപാത്രം പ്രെഡിക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളം വളരെയധികം ഒരു ഡ്രഗ് ലോഡി എന്നൊരു സ്ഥലമായിട്ട് മാറുന്നു. സോ വീണ്ടും നമ്മൾ പറയുകയാണ്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കോളേജും സ്കൂളുകളിൽ നിന്നിട്ടാണ് വളരെ ശക്തമായി തുടങ്ങേണ്ടത്. We are also trying to come out with so many efforts അല്ലേ. ഇതിന് ഒരുപാട് എഫേർട്ടുകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. എന്തായാലും ഒരു വലിയ കോസ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഒരുപാട് ആൾക്കാർ, എത്രയോ പ്രഗത്ഭരെയും ഒക്കെ സൃഷ്ടിക്കേണ്ട കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും ഒക്കെ നഷ്ടപ്പെടുന്ന യുവത്വമാണ് ബിക്കോസ് ഓഫ് ഡ്രഗ്സ്. എനിവേ, it's a great movement. Thank you. And we Empuran team are so dedicated and very committed to this movement, and thank you so much. ഇങ്ങനെ ഒരു നല്ല റിസപ്ഷൻ തന്നതിന്, ഇങ്ങനെ ഒരു വാം വെൽക്കം തന്നതിന്, ഈ സിനിമയെ നിങ്ങൾ നെഞ്ചോട് സ്വീകരിച്ചതിന്. കാരണം കേരളമല്ല, ഇന്ത്യയല്ല, ലോകം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. And we have got a very good response from all over the world because of the previous film and because of the Almighty has showered all His blessings to our film എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എനിവേ, നാളെ കുറച്ച് സമയമുള്ളൂ. നാളെ നമുക്ക് നല്ല ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സർപ്രൈസുകൾ തരാൻ മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും ജോയി ആലുക്കാസും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And wish you a wonderful night, and this was a fabulous show. Who done it great. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇദ്ദേഹം ഒരു ഡ്രോൺ തട്ടിയിട്ടിട്ട് ഞാൻ പറഞ്ഞു ഡോണ്ട് ഡു ഇറ്റ്. Then he said അദ്ദേഹത്തിന് ചെയ്യാം. It is your baby. Okay. Anyway, you have created some magic. Thank you so much. And a big thanks to all my എന്താ പറയേണ്ടത്, ഇതൊക്കെ താങ്ക്സ് പറയേണ്ട ഒരു സമയമല്ല. എന്നാലും അവർ ഡയറക്ടർ, അവർ കൊളീഗ്സ്, അവർ പ്രൊഡ്യൂസർ ആൻഡ് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വലിയ താങ്ക്സ് ഞങ്ങൾ പറയേണ്ടത്. ഫോർ അക്സെപ്റ്റിംഗ് us, ഫോർ എൻഗേജിങ് us for the last 47 years of സിനിമ. ആൻഡ് അതിനൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങളല്ല, നിങ്ങളുടെ അച്ഛന്മാർ, അമ്മ, അവരുടെ അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു വലിയ ലെഗസി ഉണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് ഓൾ വണ്ടർഫുൾ നൈറ്റ്. നാളെ പോയി സിനിമ ആണ് പിള്ളേരെ. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. യെസ്, ഈ ഒരു മാസ്. സോ എനിവേ, നമ്മളുടെ ഒപ്പം സ്റ്റേജിൽ ഒരുപാട് പേരുണ്ട്. ഐ വുഡ് സേ നമ്മുടെ എംപുരാൻ ടീം മാത്രം ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് അതേഴ്സ് യു ക്യാൻ ടേക്ക് ദ സീറ്റ്സ്. So once again, thanks a lot for joining us for the drone show. And ഇപ്പൊ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ, യുണൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിവിടെ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകുമ്പോഴും ഈ ഒരു ഒച്ച, ഈ ഒരു ആവേശം, ഇതിനൊക്കെ ഒറ്റ റീസൺ ആണ്. ആൻഡ് ആ ഒരു റീസൺ, അതൊരു സിനിമയുടെ പേരാണെങ്കിലും ഐ തിങ്ക് അതിന്റെ പിറകിലുള്ളത് ഒരു പേരാണ്. കാരണം ഈ സിനിമയെ കുറിച്ച് നമ്മൾ എല്ലാവരും പറയുമ്പോൾ
വാതോരാതെ ഏതൊരു മലയാളിയും ഇന്ന് ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും, ബീങ് സൂപ്പർ പ്രൗഡ്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മലയാള സിനിമ സമ്മാനിച്ചത് ഇദ്ദേഹമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഈ ഒരു ഗ്യാതറിങ്ങിനെ അഡ്രസ് ചെയ്യാൻ അബൌട്ട് ദ ഡ്രോൺ ഷോ, അബൌട്ട് ദിസ് ഈ ഒരു ക്യാമ്പയിനെ കുറിച്ചും. സോ നമ്മുടെ സ്വന്തം രാജുവേട്ടന് കൊടുക്കല്ലേ, ടു അവർ വെരി ഓൺ പൃഥ്വിരാജ് സുകുമാരൻ. ഓവർ ടു യു. നമസ്കാരം. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്കുള്ളിൽ ശക്തിയുണ്ടെങ്കിൽ, ഒരുപാട് സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്ന എമ്പുരാൻ സിനിമയുടെ ഈ ടീം. സോ യെസ്, സേ നോ ടു ഡ്രഗ്സ്, ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ലൈഫ് ആൻഡ് യുവർ സെൽഫ് ഇസ് മോർ വാല്യുബിൾ ദാൻ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്ക് യു സോ മച്ച് ടു മനോരമ ഓൺലൈൻ ആൻഡ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഇതുപോലെ മഹത്തായ ഒരു കോസിന്റെ ഭാഗമാകാൻ ഞങ്ങളുടെ ഈ സിനിമയുടെ ടീമിന് ഒരു അവസരം തന്നതിന്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ നിങ്ങളുടെ ഒരു കൊച്ചു സിനിമ റിലീസ് ആവുന്നുണ്ട്. തിയേറ്ററിൽ പോയി ആ സിനിമ ദയവായി കാണണം. ഒരു വലിയ സ്വപ്നമാണ് നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ റിലീസിലൂടെ. ഒരു പക്ഷേ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ വലിയ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായി തീർന്നേക്കാവുന്ന ഒരു എഫേർട്ട് ഈ സിനിമയുടെ പിന്നിലുണ്ട്. അപ്പൊ നാളെ ഈ സിനിമ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ, ഒരുപാട് വാതിലുകൾ, ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറന്നേക്കാം എന്നൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങൾക്ക് നാളെ നിങ്ങൾ കാണുന്ന സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊരു വലിയ സിനിമ എടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഞങ്ങളെല്ലാരും നാളെ കാണാൻ പോകുന്നത് കൊച്ചു സിനിമ. ഇനി അത് ഹിറ്റായാൽ പിന്നെ വലിയ സിനിമ. ഇതൊക്കെ ചെറുതാണോ? രാജുവിന് ചെറുതാണ്, നമുക്ക് ചെറുതാണ്. അല്ല, അങ്ങനെ വരുമ്പോ രാജുവിന്റെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് we have asked all of them to give us some questions for you. അപ്പൊ അവര് തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ കണ്ടതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ചോദ്യം അതിൽ പറയുന്നതാണ്, അതായത് ഇനി സിനിമയെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സിനിമയെക്കുറിച്ച് ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊമോഷൻ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം സഞ്ചരിച്ച് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് എന്താണ് പുറത്ത്, കേരളത്തിന് പുറത്ത്? ഇല്ല, ഞങ്ങൾ ഈ സിനിമ ഒരാഴ്ച മാത്രമേ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2019 റിലീസായ ലൂസിഫർ അതിന്റെ തിയേറ്ററിക്കൽ റൺ കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ പല വ്യൂയിങ് പ്ലാറ്റ്ഫോംസിലൂടെയും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ എവിടെ പോയി സംസാരിച്ചാലും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇതൊരു ഇൻഡസ്ട്രി ഒട്ടാകെ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു സ്കെയിലിൽ, ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചൊരു നിർമ്മാതാവും ഒരു ടീമും, ഓഫ് കോഴ്സ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗോപാലൻ സാറും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഇല്ലസ്ട്രിയസ്, ഇത്രയും വലിയ ഹെറിറ്റേജ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു സ്നേഹം എല്ലായിടത്തും ഞങ്ങൾക്ക് കിട്ടി. സോ മേ ബി ദാറ്റ്സ് വൈ. ആൻഡ് ഓൾസോ എനിക്ക് തോന്നിയിട്ടുള്ളത്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ഇതുപോലെ ചർച്ചയാകാനുള്ള ഏറ്റവും വലിയ കാരണം മലയാളികൾ തന്നെയാണ്. മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹവും ആവേശവും തന്നെയാണ് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ ഇടയിൽ ഒരു സിനിമ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സംസാരം. അപ്പോൾ സോ താങ്ക് യു ഓൾ ഫോർ ഇറ്റ്. നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും, ആൻഡ് അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗേറ്റ് ഓപ്പണർ ഫോർ ദ ഇൻഡസ്ട്രി ആസ് വെൽ. ആൻഡ് ഇതിൽ കണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇപ്പോൾ അൻഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ കൊച്ചു പണത്തിന് വേണ്ടിയിട്ട് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം എന്തായിരുന്നു? ഇവിടെ ആനഡിച്ചാന്റെ അടുത്ത് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം മോഹൻലാൽ എന്ന നടന്റെ സമയം. ഓക്കെ, നമുക്ക് ഒന്ന് മൈക്ക് ഇവിടേക്ക് എത്തണം.
ഈ കൊച്ചു സിനിമ എന്ന് പറഞ്ഞു. അത് കൊച്ചു സിനിമ പൃഥ്വിരാജനായിരുന്നു എന്ന് പറഞ്ഞു, എനിക്ക് കൊച്ചു സിനിമ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വലിയ ചരിത്രമുണ്ട് ഇവിടെ. അതായത് 25 വർഷം ആശീർവാദ് സിനിമാസ് ആൻഡ് അന്ന് നരസിംഹം ഇറങ്ങും ചേട്ടാ. അല്ല, ഇത് നരസിംഹം റെക്കോർഡുകൾ തകർത്തു. 25 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഞങ്ങൾ ശരിക്കും സിനിമയിൽ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ യാത്രയാണത്. അപ്പോൾ ആ യാത്ര ദൈവം നമുക്ക് ഒരുപാട് ഭാഗ്യം തരുന്നു. നിങ്ങൾ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. അതിലൂടെയാണ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് മുൻപോട്ടും ഈ സിനിമയിലൂടെ തന്നെ എല്ലാം അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ഇത് എല്ലാ പ്രാവശ്യവും ഇവിടെ ഓരോ ഇന്റർവ്യൂലാണെങ്കിലും ഓരോ ഷോയിലാണെങ്കിലും രാജുവേട്ടൻ ഇതൊരു കൊച്ചു സിനിമ, ഇനി വലിയ സിനിമ ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാ മുഖത്തും ചിരിയും സന്തോഷമൊക്കെയാണ്. പക്ഷെ ഒരു ചെറിയ വേദന ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ കണ്ണിലാണ്. അത് ശരിയാണോ? ഇനിയൊരു വലിയ സിനിമ അല്ല, ശരിക്കും അത് അങ്ങനെ വേദന എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് മോഹൻലാൽ സാറ് എൻ്റെ എല്ലാമാണ്. ഞങ്ങൾക്ക് കുറെ പേർക്ക് അല്ല, അപ്പോൾ അങ്ങനെ എല്ലാമായിട്ട് മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ ചേർന്ന് നിന്ന് രാജുവും പറയുന്നു, ഞാനും കൂടെ ഉണ്ട് ആ സ്വപ്നങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ലാൽ സാറിനെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും പുറകിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രചോദനവും ഇതുപോലുള്ള സ്വപ്നങ്ങൾക്കും ഇതുപോലുള്ള ബഡ്ജറ്റിലുള്ള സിനിമകളും ചേർന്ന് നിന്നെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഓ മൈ ഗോഡ്, മലയാളക്കരയിലൊരു ഡ്രീം മലയാളം മൂവി നാളെ തിയേറ്ററിൽ എത്തുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തതായി നമ്മൾ എന്ത് സ്വപ്നം കാണണം എന്നുള്ള ഹിന്റ് നമുക്കിവിടെ ഓൾറെഡി കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് ഇപ്പോൾ രാജുവേട്ടൻ ഇവിടെ പറഞ്ഞു ഓൾറെഡി അബൌട്ട് ദ അസോസിയേഷൻ ഓഫ് ഗോകുലം മൂവീസ് ആൻഡ് ഗോപാലൻ സാർ നമ്മളോടൊപ്പം എത്തിയിട്ടില്ല. ബട്ട് വി ഹാവ് മൂർത്തി സാർ നമുക്ക് വേണ്ടി 2 വാക്ക്. ബിക്കോസ് നമുക്കറിയാം നമുക്ക് എല്ലാവരുടെയും നമ്മളെല്ലാവരും ഇതിനെ കണ്ടിരുന്ന അല്ല, ഒരു 2 വാക്ക് എല്ലാവരോടും. ഒരു ആള് ചുമന്നു. കൃഷ്ണമൂർത്തിക്ക് പകരം ഞാൻ സംസാരിക്കാം. കാരണം ഒരു കഴിഞ്ഞ 10-12 ദിവസം മുൻപാണ് ഗോകുലം ഗോപാലൻ സാർ ഞങ്ങളുടെ ഈ സിനിമയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. ആ സമയം മുതൽ ഇന്ന് വരെ ഗോപാലൻ സാറിന് വേണ്ടി ശരിക്കും കൃഷ്ണമൂർത്തിയാണ് എൻ്റെ കൂടെ ചേർന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോകുലം ഗോപാലൻ സാറിനെയും ഈ സമയത്ത് ഓർക്കുന്നു, ഗോകുലം ഗ്രൂപ്പിനെല്ലാം ഓർക്കുന്നു. അതുപോലെ കൃഷ്ണമൂർത്തി വളരെ സ്നേഹത്തോടെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. ദിസ് ഷോസ് ദ സ്ട്രെങ്ത്. കാരണം ഈ ഒരു ടീമിന്റെ ആ ഒരു യൂണിറ്റി കാണിക്കുന്നത് തന്നെയാണ്. കാരണം അവിടെ മുറിച്ചത് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷെ ഞാൻ സംസാരിക്കാം. ആൻഡ് ഐ തിങ്ക് ഒരു നല്ല കൈഡി കൊടുത്താണ് നമുക്ക് എല്ലാവർക്കും. ആൻഡ് അടുത്തതായിട്ട് ആരിലേക്ക് പോകണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ലൂസിഫർ എന്നുള്ള ഒരു സിനിമയിൽ നമ്മൾ 5 വർഷം പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ആ സിനിമ അത്രയും വലിയൊരു ഹിറ്റായിട്ട് നമ്മുടെ മൈൻഡിൽ കിടക്കുമ്പോഴും അതിൽ നമ്മൾ ആരും മറക്കാത്ത കുറച്ച് ഡയലോഗുകളുണ്ട്. അല്ല, അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അത് നമ്മുടെ സ്വന്തം ഗോവർദ്ധൻ സാറിൻ്റെയാണ്. ആ ഒരു ഡയലോഗ്, ആ ഒരു ഇൻട്രോ എനിക്ക് തോന്നുന്നു ഏതൊരു ക്യാരക്ടർ റോളിനും അവരെ സംബന്ധിച്ച് ഉള്ള ഒരു സ്വപ്നം തന്നെയായിരിക്കും അങ്ങനത്തെ ഒരു intro style, and that was really amazing. We are very happy to have you here. Thank you. And എന്താണ് ഇവിടെ കൊച്ചിയോട് ജെയിൻ യൂണിവേഴ്സിറ്റിയിലുള്ള നമ്മളുടെ ഈ ക്രൗഡിനോട് പറയാനുള്ളത് with just a few hours for the movie to release? താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ചടങ്ങിൽ വന്ന് പങ്കെടുത്ത് ഇങ്ങനൊരു ഗുഡ് കോസിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. താങ്ക്സ് ടു മനോരമ ഓൺലൈൻ ആൻഡ് ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഗോവർദ്ധൻ്റെ അടുത്ത ലൈവിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതിയ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് മേ ബി ഇപ്പോൾ 10 മണിയായി, 6 മണിക്കാണ് ആദ്യത്തെ ഷോ. ഞങ്ങളെല്ലാവരും രാവിലെ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. അത് ലൂസിഫർ കഴിഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ വന്നപ്പോൾ അതിൽ ഗോവർദ്ധൻ്റെ തിരിച്ചുവരവും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനും ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ലാലേട്ടനും രാജുവും സംസാരിച്ചു കഴിഞ്ഞു. സോ അധികം സംസാരിക്കുന്നില്ല. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദ ഫിലിം ആൻഡ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു വെരി മച്ച്. ഇത് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലൈവ് സ്ക്രീനിൽ കാണാൻ ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 9 മണിക്കൂറൊക്കെ ബാക്കിയുള്ളൂ. ഇവിടെ കൊച്ചിക്ക് വേണ്ടി നമുക്ക് 9 മണിക്കൂർ മുമ്പ് ഒരു ചെറിയ ലൈവ് പോകാൻ പറ്റുമോ?
ആ ഒരു ഡയലോഗ് അതിപ്പോ കുറച്ച് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ ആ ഡയലോഗ്സ് കേൾക്കാമല്ലോ. നമുക്കൊന്ന് കേൾക്കണ്ടേ? ലൈവായിട്ട് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റാത്ത ചില രഹസ്യങ്ങളാണ് ലൈവിലുള്ളത്, അതുകൊണ്ട് ഇപ്പൊ അത് പറ്റില്ല. നാളെ രാവിലെ പറ്റും. ഒരു രക്ഷയില്ല, പിടിച്ചിട്ട് കിട്ടണില്ല. സോ എനിവേ താങ്ക്സ് ലോട്ട്. ആൻഡ് ഇപ്പോ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ ലൂസിഫറിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു ഡയലോഗിൽ ഇതുപോലൊരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗില് ചുമ്മാ വേറെ ലെവലിൽ നമ്മൾ പറയില്ലേ, ഇവിടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും ആ സിനിമയിൽ കൊണ്ടുവന്ന ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ്, ആ ഒരു പെപ്പർ വൈറ്റ് ലുക്കിൽ പോലും യു ആർ ലൈക് സിംപ്ലി അമേസിംഗ്. ആൻഡ് നമുക്ക് നമ്മുടെ സ്വന്തം, അല്ലെങ്കിൽ കേരളത്തിന്റെ തരുണീമണികളുടെ സ്വന്തം ടൊവിനോ തോമസ്. എല്ലാവർക്കും നമസ്കാരം. എന്നെങ്ങനെ തരുണീമണികൾക്ക് മാത്രം എഴുതി കൊടുക്കരുത്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നാണ് എനിക്ക്. ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഈ ഒരു സ്നേഹവും ഈ ഒരു ആവേശവും നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നതിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് നമ്മളുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയിൽ എന്നെയും ഭാഗമാക്കിയതിന് രാജുവേട്ട, മുരളിച്ചേട്ട, ആന്റണി ചേട്ട, ലാലേട്ട എല്ലാവർക്കും നന്ദി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഇന്ദിരേട്ടൻ്റെ, മഞ്ജുച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, വേറെയും ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കാസ്റ്റിംഗ് ക്രൂ ഗംഭീര കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു. എന്നെയും ഇതിൻ്റെ ഭാഗമാക്കിയതിന് ഒരുപാട് സന്തോഷം, നന്ദി. ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, 10 മണിയായി. ഇനി രാവിലെ 6 മണിക്കാണ് ഫസ്റ്റ് ഷോ. ആരും ഉറക്കം കളയരുത്, നന്നായി ഉറങ്ങണം. എന്നാലാണ് നാളെ രാവിലെ പടം ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടുന്ന് പോയാലും ഫോണിൽ കുത്തിക്കളിച്ച് സമയം കളയരുത്, സുഖമായി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പടം കാണാൻ വരണം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ, ലവ് യു സോ മച്ച്. പിന്നെ ജീവിതമാണ് ലഹരി എന്ന് ഒന്നുകൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച ഈ ഒരു ഇനീഷ്യേറ്റീവിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് അനുകരണീയമാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ അമ്മ പോലും നമ്മൾ ഉപദേശിക്കില്ല, അത്ര സ്നേഹമായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവിടുന്ന് കേട്ടൊരു ചോദ്യമുണ്ട്, അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ ഒരു ചോദ്യം അല്ലേ, ആ ഒരു ചെറിയ കോട്ടിന്റെ കഥ അല്ലെ, വില്ലനാണോ എന്നുള്ളതാണ് ഞാനിപ്പോ അവിടുന്ന് കേട്ട ചോദ്യം. ഞാൻ വില്ലൻ? ഇവനെ കണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സ്നേഹത്തോടു കൂടി ഉപദേശിച്ചിട്ടും വില്ലനാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ അല്ലെ? പക്ഷെ ചങ്ക് കുറച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ പറയൂ അല്ലേ? ടോയ്, ഇപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ ഉപദേശം കഴിഞ്ഞു. പക്ഷെ when we are talking about ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ആൻഡ് യുണൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഇറ്റ്, എനിക്ക് തോന്നുന്നു എല്ലാവരും സിനിമയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ടു ദ പീപ്പിൾ ടു ലുക്ക് ഫോർവേഡ് ടു, അതിൽ എപ്പോഴും ഫിറ്റ്നസിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്, സ്റ്റാൻഡിങ് അവേ ഫ്രം ഓൾ ദീസ് ഡ്രഗ്സ് ആൻഡ് ഓൾ. സോ എന്താണ് ആ ഒരു ആംഗിളിൽ വാട്ട്സ് യുവർ ടോക്ക് ടു ദം? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഇങ്ങനെയുള്ള ലഹരികളുടെ ആവശ്യമില്ല. അത് ജീവിതം തന്നെയാണ് ലഹരി. ജീവിതത്തിൽ നമ്മുടെ ആ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആനന്ദം നൽകുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും. അത് പ്രത്യേകിച്ച് ഈയിടെയായിട്ട് നമ്മൾ പല വാർത്തകളും കണ്ടു സിന്തറ്റിക് ലഹരിയെ പറ്റി. അത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതാണ്. അത് ഇപ്പോൾ അതിന് എതിരെയുള്ള ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സും പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും നടക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളോടെ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഇപ്പോ എല്ലാവരും ഉറക്കം കളയാണ്ട് തിയേറ്റർ. സോ വി ഹാവ് നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ സുമഞ്ജുജി ടു ദ ഗാദറിംഗ്. നേരം വൈകിയെന്നറിയാം, എല്ലാവരും വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ചു. ആ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മൂവ്മെന്റിന് മുൻകൈ എടുക്കുന്ന മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ ഇവിടുത്തെ ബ്രില്യൻറ്റ് ഡ്രോൺ ഷോ ഡിസ്പ്ലേ ചെയ്ത ഡ്രോൺ ഓപ്പറേറ്റിംഗ് ടീമിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് എമ്പുരാൻ എന്ന വലിയ ഒരു ഭാഗ്യത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് രാജുവിനോടും ശ്രീ മുരളി ഗോപിയോടും ആൻ്റണി ചേട്ടനോടും ഗോകുലം ഗോപാലൻ സാറിനോടും സർവോപരി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനോടും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളെല്ലാവർക്കും ഇനി ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു സമയം, ഒരു മുഹൂർത്തമാണിത്. നിങ്ങളെല്ലാവരും നാളെ സിനിമ കാണണം, ആസ്വദിക്കണം, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. തീർച്ചയായിട്ടും. ആൻഡ് ഒരു ഒറ്റ കാര്യം കൂടി, കാരണം നമ്മൾ ലാലേട്ടനിൽ തുടങ്ങി. പക്ഷെ ലാലേട്ടാ, ഞങ്ങൾ നാളെ തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ അതോ അബ്രാം ഖുറേഷിയാണോ?
ഈ രണ്ട് പേരെയല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ പോകുന്ന സിനിമയാണ്. അതിൽ സ്റ്റീഫൻ ഇല്ല, അതിൽ ഖുറേഷി ഇബ്രാഹിം ഇല്ല. യു വിൽ ഓൾവേസ് അത് ഇഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ ക്രാഫ്റ്റാണ്. ആ സിനിമയുടെ അവസാനമാണ്. കാര്യം ആ സിനിമയുടെ അവസാനം ഒരു സസ്പെൻസ് ഉണ്ട്. ഇപ്പോൾ പറയുന്നത് ചുമ്മാ എന്തെങ്കിലും രാത്രി പറഞ്ഞിട്ട് പോവാം, ഉറക്കം പോട്ടെന്ന് വിചാരിച്ചു. അല്ല, ഒരു ചെറിയ പരിപാടി ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. സോ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വി ഹാവ് small program that is launching. It's going to be a revolution. ഇനി കുട്ടികൾ എല്ലാവരും they are making a declaration saying no to drugs. ഇവിടെ ജെയിൻ യൂണിവേഴ്സിറ്റി they are making a good initiative. So രണ്ടുപേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We have Mr. Tom Joseph and also inviting the Vice Chancellor. So രണ്ടുപേരും വേദിയിലേക്ക് എത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. And here it is all about say yes to life and no to drugs. സോ നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഇറ്റ് ഈസ് എ റെവല്യൂഷൻ. ആൻഡ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസിൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് ദേ ടേക്കിംഗ് an oath to say yes to life and no to drugs. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ജെയിൻ യൂണിവേഴ്സിറ്റി, നമ്മളോടൊപ്പം യുണൈറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് കേരള പോലീസ് ആൻഡ് ദ ഫസ്റ്റ് ലൈൻ വാരിയേഴ്സ് എന്ന് നമുക്ക് പറയാം. അവരോടൊപ്പം ഇൻഫോ പാർക്ക് ജനമായി 3 പോലീസ് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൺ ബിഹാഫ് ഓഫ് ദം വി ഹാവ് ദ ഇൻഫോ പാർക്ക് SHO സജീവ് കുമാർ JS ആൻഡ് ഇൻഫോ പാർക്ക് ജനമായി 3 ബീറ്റ് ഓഫീസർ ബിജു P വർഗീസ്. A lot, and now inviting GCC Cup and Finaz Ahmed, the convener GCC Cup. Power Group UAE, our Prathama football tournament, they are also telling the same thing. Say no to drugs and yes to games. So, Vedi leke swagatam cheyana once again, Finaz Ahmed. One more thing, ഇവിടെ നമുക്ക് ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട് ജസ്റ്റ് ബിഫോർ യു ആർ ലിവിങ്. അത് ലാലേട്ടനോടുള്ള സ്നേഹമാണ്. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി ഹാവ് ക്രിയേറ്റീവ്ലി മെയ്ഡ് എ ബോട്ടിൽ ആർട്ട്. സോ പെട്ടെന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഐ ബിലീവ് ദ പേഴ്സൺ ഇസ് സംവെയർ അറൗണ്ട്. ആ ഒരു ബോട്ടിൽ ആർട്ട്. ഓ യെസ്. ലാലേട്ട ഒരുപാട് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ബോട്ടിൽ ആർട്ടാണ്. Ladies and gentlemen, can we have a big round of applause? And this tells, say no to drugs and work on art, work on movies, work on your hobbies. So ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി കൂടെ ഉണ്ട്. ഐ നോ യു ഹാവ് ടു ഗോ ബിക്കോസ് നമ്മൾ ലേറ്റ് ആണ്. പക്ഷേ ദ തിങ് ഇസ് ഇന്നിവിടെ നടന്ന ഈ ഒരു ഡ്രോൺ ഷോ ആൻഡ് ദാറ്റ് is going to be the part of something really big. നമ്മുടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറുകയാണ്. ഫോർ ദിസ് ഇസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു ഡ്രോൺ ഷോയ്ക്ക് വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ വിറ്റ്നസിങ് ഇറ്റ് ആൻഡ് വി ആർ ഹാവിംഗ് ദി വേൾഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും നമ്മൾ കയറുന്ന ആ ഒരു നിമിഷം അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ Narvijay Yadav with 36 years of experience as an editor, columnist, author, the founder of the Virtual Newsroom, editor of India Book of Records, and he is also the one who roams around and do the judgments for the same thing for Asia and India Book of Records. So inviting you sir with lot of respect and over to you. So there we go. So we are all
really waiting to listen to your words. If a dream is gonna be true this night out here in Kochi. And let me also invite Mr. Santosh, Manorama online editor, to come and join us to this moment. Adjudicator from India Book of Records and Asia Book of Records. This is a proud that Kochi has for the first time seen such a wonderful drone show. India Book of Records has more than, this is the only reputed record keeping organization in India which is associated with Asia Book of Records, which includes many countries of Asia. So today I am going to announce this record: maximum participants witnessing an anti-drug awareness drone show at a university campus. Many congratulations to Jain University Kochi and Panorama Online and other organizers and the film team. You made this night a wonderful and memorable occasion. So many congratulations and all the best. Now let's There we go, Kochi. Can we have a big round of applause? Because we have just got into the India Book of Records. And we have Professor Dr. J. Lata, Pro Vice Chancellor, Jain University, receiving it. So Lord and Lalata, പോകുന്നതിന് മുമ്പ് ഇവിടെ we have a magic set for you. ഒരുപാട് നേരത്തെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമാണെന്ന് അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും. റുബിക്സ് ക്യൂബിൽ തീർത്ത ലാലേട്ടൻ എനിക്ക് തോന്നുന്നു 2 വാക്ക് പറഞ്ഞാൽ വിൽ ബി വെരി ഹാപ്പി. ഞാൻ വന്നപ്പോഴേ കണ്ടു. ബ്യൂട്ടിഫുൾ ക്രിയേഷൻ. താങ്ക് യു വെരി മച്ച്. എനിക്ക് എടുത്തുകൊണ്ട് പോയത് താങ്ക് യു. ഞാൻ വെറുതെ പറഞ്ഞ ഗുഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് വിഷ് ഓൾ ദി ബെസ്റ്റ്. വാട്ട്സ് യുവർ നെയിം? താങ്ക് യു അജയ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും കാണാം. ഒരു റിക്വസ്റ്റ്, ഞങ്ങളൊന്ന് മനസ്സമാധാനമായിട്ട് കാറിലോട്ട് പോയിക്കോട്ടെ. സോ താങ്ക് യു വെരി മച്ച്. കാര്യം വി ഹാവ് ടു ഗോ. ആൻഡ് ടോയി, നമുക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു സെൽഫി വേണം എല്ലാവരുടെയും കൂടെ. ഒരു സെൽഫി വീഡിയോ പോവാമോ? ക്യാൻ വി ഡു ദാറ്റ്? ഒരു സെൽഫി വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പെട്ടെന്ന് നമുക്ക് കാണാൻ നോക്കാം. ഒന്ന് ഓഡിയൻസ് ലൈറ്റ് കൂടി ഒന്ന് കൊടുക്കാം. മാക്സിമം ലൈറ്റ് ഒന്ന് നമുക്ക് നോക്കാം. വിത്ത് എവറിബഡി ഹിയർ. So ladies and gentlemen, Kochi, let us show some love. ടോണി അങ്ങോട്ട് വേണം നമുക്ക് എല്ലാവരും. Yes. ടോണി കുറച്ചൊന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ ഏറ്റവും എനർജി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. So once again to the entire team, we know we took a lot of time, but we're very sorry for that. But it's all about a grand celebration. We are all set for tomorrow. Thanks a lot for coming. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് വെറും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമാണ്. നാളെ രാവിലെ 6 മണി. That is the show time, the real time. So Kochi, Kerala, be ready, be set. നാളെ ആ ഒരു ദിവസം, ആ ഒരു date, it is going to be engraved in golden letters in the history of Malayalam movie, the Malayalam cinema industry. It is going to be 27 March 2025 and morning 6 AM. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാൻ പോകുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ the biggest movie. It is all set to be exposed to your interest and bliss. So ladies and gentlemen, this was an amazing night here. So ഇന്ന് എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. കാരണം ഇതൊരു